ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 11ാമത്തെ ലെസണിലേക്ക് വന്നു. പുൾ ബാക്ക് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു പുൾ ബാക്കൊക്കെ പഠിക്കാൻ വരുന്ന ഈ ഒരു 11ാമത്തെ ലെസണിലേക്ക് എത്തി. അപ്പോൾ ഇതിന് മുമ്പുള്ള ലെസൺസ് നിങ്ങൾ ക്ലിയർ ആണോ എന്ന് നോക്കുക നിങ്ങൾക്ക്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. നമ്മൾ ഓരോ ചാർട്ടും എടുത്ത് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് പോയിട്ട് ലൈവ് ചാർട്ടിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. കുറച്ച് ടൈം കൂടി പോകുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ അകത്ത്, ബട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഓരോ ലെസൺസും എടുത്ത് ചാർട്ടിൽ പോയി ഡ്രോ ചെയ്ത് പഠിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കാതെ ഒരിക്കലും നമ്മൾ ഒരു കാര്യവും പഠിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് കേട്ട് പഠിച്ച് അല്ലെങ്കിൽ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ കറക്റ്റ് നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും മറന്നു പോകും. ബട്ട് നമ്മൾ കൈ കൊണ്ടും കൂടെ അത് ചെയ്ത് പഠിക്കുവാണ് ചാർട്ടിൽ പോയെങ്കിൽ, ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് പഠിക്കുവാണെങ്കിൽ, പറഞ്ഞ് പഠിക്കുവാണെങ്കിൽ, സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ ലെസൺസും നല്ല രീതിയിൽ കവർ ചെയ്ത് വരാൻ സാധിക്കും. മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഉള്ള എല്ലാ ലെസൺസും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയും നല്ല രീതിയിൽ ഇനി മാർക്കറ്റിൽ ഈ ഒരു കോഴ്സ് തീരുമ്പോഴത്തേനും നല്ല രീതിയിൽ എൻട്രീസ് കണ്ടെത്താനും എക്സിറ്റ് കണ്ടെത്താനും മണി മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫേർട്ട് എടുക്കുക. നിങ്ങളൊരു ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ഒരു നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ, ഒരു റെസ്പോൺസീവ് ക്ലാസ് റൂമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പഠിപ്പിക്കുന്ന ആ ഓരോ ലെസൺസും നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് ഡ്രോ ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 10 തവണ അപ് ട്രെൻഡ് വരച്ച് നോക്കുക. ഒരു പേപ്പറിൽ പല രീതിയിലുള്ള അപ് ട്രെൻഡ് കിട്ടും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സപ്പോർട്ട് വരുന്നതെന്ന് ജസ്റ്റ് പേപ്പറിലാണേലും ഒന്ന് വരച്ച് നോക്കുക. അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോയിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ പോയി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ട് അത് വരയ്ക്കുക. ഓക്കെ, ഇത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പല ക്യാൻഡിൽസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ബുള്ളിഷ്നെസ് കൂടുന്നതും കുറയുന്നതും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ കണ്ട് പഠിച്ചു, കേട്ട് പഠിച്ചു, അത് നിങ്ങളൊന്ന് കൈ കൊണ്ടൊന്ന് വരച്ച് പഠിക്കുക. അപ്പോൾ വരച്ച് പഠിക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. അത് ചെയ്ത കാര്യം പിന്നെ നമ്മൾ അത് മറന്നു പോകത്തില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് പുൾ ബാക്ക്. പുൾ ബാക്ക് ഈസ് എ ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡ് ഇൻ ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ദാറ്റ് ഒക്വേഴ്സ് ഡ്യൂറിങ് എ ലോങ് ടേം അപ് ട്രെൻഡ്. അതായത് ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ലോങ് ടേം അപ് ട്രെൻഡ് എന്താണ്, ഇത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. JBMA എന്ന് പറഞ്ഞ സ്റ്റോക്ക് വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ലോങ് ടേമിൽ എന്താണ്, ഇത് അപ് ട്രെൻഡ് ആണ്. അപ്പം ഈ ഒരു ലോങ് ടേം അപ് ട്രെൻഡിന് ഇടയിലുള്ള ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡിനെയാണ് നമ്മൾ പുൾ ബാക്സ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ലോങ് ടൈമിൽ അപ് ട്രെൻഡാണ്. ഇവിടെ കണ്ടോ, ഇത്രയും മുകളിലേക്ക് പോയതിന് ശേഷം ചെറിയ രീതിയിലൊരു കറക്ഷൻ വന്നു. ഈ ഒരു കറക്ഷനെയാണ് നമുക്ക് പുൾ ബാക്ക് എന്ന് പറയുന്നത്. വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും ഒരു കറക്ഷൻ വന്നു. ഇതാണ് ഒരു പുൾ ബാക്ക്. വീണ്ടും മുകളിലേക്ക് പോയി ഇത് വീണ്ടും ഒരു കറക്ഷൻ വന്നു. ഇവിടെയൊക്കെ എന്താണ്, ഒരു ചെറിയൊരു ഷോർട്ട് ടൈമിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നത്. ഇത് ചെറിയൊരു ടൈമിൽ ഡൗൺ ട്രെൻഡാണ്, ഇത് ചെറിയൊരു ടൈമിൽ ഡൗൺ ട്രെൻഡാണ്. അപ്പം ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്ന് കുറച്ച് പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ അതിനെ എന്താണ്, ഒരു ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ ഒരു ലെവലൊക്കെ ക്രോസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകും. ഓക്കെ, ഇവിടെ ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡിൻ്റെ ലെങ്ത് ഈ ഒരു ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും, ഈ ഒരു ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും, ഈ ഒരു ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും, ഈ ഒരു ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചെറുതായിരിക്കും വരുള്ളൂ. ഓക്കെ, ഡൗൺ ട്രെൻഡ്. അതിനുശേഷം വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് തരും. ഇങ്ങനെ ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡ്, പുൾ ബാക്ക്, ഇങ്ങനെ പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണെങ്കിലും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കണ്ടോ, നമ്മൾ പുൾ ബാക്ക്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുൾ ബാക്കിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും, അവിടെ വോളിയം കുറവായിരിക്കും. ഇവിടെ താഴെ ഞാൻ വോളിയം കുറവായിരിക്കും. ഇതുണ്ടോ, വോളിയം ഡിക്രീസിങ് ആയിരിക്കും. ഇതുണ്ടോ, വോളിയം മുകളിൽ നിന്ന് കുറഞ്ഞു വരുന്നതുണ്ടോ, ഇതുണ്ടോ, വോളിയം കുറവായിരിക്കും. അതായത് ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പം പുൾ ബാക്കിലേക്ക് വരുമ്പം ഇനി പുൾ ബാക്ക് ആണ് വരുന്നതെങ്കിൽ അവിടെ വോളിയം കുറവായിരിക്കും, ചെറിയ ചെറിയ വോളിയം ആയിരിക്കും. ഇവിടെ വോളിയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, താഴെ എൻട്രി എടുത്തവർ, ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തവർ ചിലവരൊക്കെ ഇവിടെ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടാകും. പുതിയ ആൾക്കാർ പതുക്കെ എൻട്രി എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതെന്താണ്, വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, വീണ്ടും മുകളിലേക്ക് പോയി, കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, വീണ്ടും മുകളിലേക്ക് പോയി. ഈ ഒരു റീജിയനിൽ വീണ്ടും ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നുണ്ട്. അതാണ് അവിടെ വോളിയം ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നോർമലായിട്ട് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രെൻഡ് ഏതാണ്, ഇതിൻ്റെ അകത്ത്
ഇത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പ്രൈമറി ട്രെൻഡ് അപ്പ് ട്രെൻഡാണ്. ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണിൽ ഇതൊരു സെക്കൻഡറി ട്രെൻഡാണ്. ഇതെന്താണ്, ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഇതിനെന്താണ് പറയുന്നത്, പുൾ ബാക്ക് എന്നാണ് പറയുന്നത്. ഇതിനെന്താണ്, ഒരു ഡൗൺ ട്രെൻഡാണ്. ഇതെന്താണ്, ഒരു പുൾ ബാക്കാണ്. ഇതെന്താണ്, ഇത് നമുക്ക് ഇനി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പറയാം ഇതൊരു പുൾ ബാക്കാണ്. അപ്പോൾ പുൾ ബാക്കിന് വേണ്ടി വരുന്നു എന്ന് പറയാം. ഒരിക്കലും ഇത് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് പറയുന്നത് ഇത് പുൾ ബാക്ക് ആണ്, ഇത് കൺഫേം ആയി, സ്റ്റോക്ക് ഇനി മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പുൾ ബാക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു പുൾ ബാക്കിന് വേണ്ടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു പ്രൈസിൽ എടുക്കുന്നേക്കാളും എൻട്രി എടുക്കുന്നേക്കാളും ബെറ്റർ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം തിരിച്ച് ഈ ഒരു റീജിയനിൽ വന്ന് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടന്ന് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് കൺസോൾട്ടേഷൻ നടന്നിട്ട് വോളിയൊക്കെ ഇവിടെ കുറവായിരിക്കും. അതിനുശേഷം ഇത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഒരു റീജിയനിലാണ് ഇതിൻ്റെ അത് നല്ല എൻട്രി. ഈ ഒരു റീജിയനിലെ എൻട്രീനേക്കാളും നല്ല എൻട്രി ഈ ഒരു റീജിയനിലാണ്. ഓക്കെ, അതിനുശേഷം ഇത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കും ഈ ഒരു ലെവലിനേക്കാളും പ്രൈസ് മുകളിലല്ലേ ഈ ഒരു ലെവലിൽ നിന്ന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. അപ്പം നമ്മൾ ചോദിക്കും ഇത് പ്രൈസ് ഇവിടെ കുറവല്ലായിരുന്നു, ഇവിടെ പ്രൈസ് കൂടുതലല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രൈസ് കുറവും കൂടുതലും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കോൺസെപ്റ്റുകളാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. മാർക്കറ്റ് കോൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ വേണമെങ്കിൽ ആ ഒരു റീജിയനിൽ നിന്ന് പുൾ ബാക്ക് വരാം. പുൾ ബാക്ക് വന്നിട്ട് എന്താണ്, വീണ്ടും അത് ഡൗൺ ട്രെൻഡിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇനി ഡൗൺ ട്രെൻഡിൽ പുൾ ബാക്ക് എന്താണ്, ഡൗൺ ട്രെൻഡ് നമുക്ക് അപ്പ് ട്രെൻഡ് പുൾ ബാക്ക് ആണ് വേണ്ടത്. ഡൗൺ ട്രെൻഡിൽ പുൾ ബാക്ക് എങ്ങനെയാണ്, സ്റ്റോക്ക് താഴോട്ട് വന്നു, അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ട്രെൻഡ് എന്താണ്, ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ഷോർട്ട് ടൈം ട്രെൻഡ് എന്താണ്, അപ്പ് ട്രെൻഡ്. ഇവിടെ എന്താണ്, ഷോർട്ട് ടൈം ട്രെൻഡ്, അപ്പ് ട്രെൻഡ്. അപ്പം നമുക്ക് പുൾ ബാക്ക് ഡൗൺ ട്രെൻഡിൽ ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് അപ്പ് ട്രെൻഡും, നമുക്ക് അപ്പ് ട്രെൻഡിൽ നമുക്ക് പുൾ ബാക്ക് ഒരു ലോങ് അപ്പ് ട്രെൻഡിലാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈമിൽ ഒരു ഡൗൺ ട്രെൻഡും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ എന്താണ് നടക്കുന്ന കഥ എന്ന് ക്യാൻഡിൽ സ്റ്റിക്കിൽ പോയി നമ്മൾ പഠിക്കണം. അതിനുശേഷമാണ് നമുക്ക് അവിടെ ഒരു എൻട്രി കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് APR ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയൻ തൊട്ട് ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ പുൾ ബാക്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ വലിയൊരു ടൈം ഫ്രെയിമാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അത് പ്രൈമറി ട്രെൻഡ് എന്താണ്, ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡാണ്. അപ്പോൾ നമുക്കിവിടെ പുൾ ബാക്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇവിടെ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പുൾ ബാക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്ന് വീക്കിലിയിലോട്ട് പോകാം. നമുക്ക് ഇങ്ങനെയാണ് പുൾ ബാക്സ് മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയുള്ള ഡൗൺ ട്രെൻഡ്സ് ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ട്രെങ്ത് കൂടുതലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് നമുക്ക് വീക്കിലിലോട്ട് പോയി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് കണ്ടോ, സ്റ്റോക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയ സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിട്ട് ഈ ഒരു റീജിയനിൽ ഒരു പുൾ ബാക്ക് പോലെയാണ് വന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ പതുക്കെ ഒരു ചെറിയ പുൾ ബാക്കാണ് എടുത്തത്. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയി ഒരു ചെറിയ പുൾ ബാക്കാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു അപ്പ് ട്രെൻഡിൽ പോകുമ്പം അവിടെ ഉണ്ടാകുന്ന പ്രൈസിലെ കറക്ഷൻസ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻ ദ അതർ വേർഡ്സ് എ പുൾ ബാക്ക് ഡിസ്ക്രൈബ് എ ബ്രീഫ് ഡിപ്പ് ഇൻ സ്റ്റോക്ക് പ്രൈസ് ഡ്യൂറിങ് ദ മിഡസ്റ്റ് ഓഫ് എ മച്ച് ലോങ്ങർ സ്റ്റഡി ഇൻക്രീസ്. ഇവിടെ നമുക്കൊരു ഡിപ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് ഇങ്ങനെ വരുന്നത്, ഇവിടെ ഒരു ഡിപ്പാണ്, വീണ്ടും ഒരു ഡിപ്പാണ്, വീണ്ടും ഒരു ഡിപ്പാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഡിപ്പ് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ചെറിയ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഡെയിലിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ ചെറിയ രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്റ്റോക്കിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇവിടെ നിന്ന് പോയി ഇത് കണ്ടോ, ഇവിടെ ഇത് അപ്പ് ട്രെൻഡിലല്ല, ഇത് സൈഡ് വേസിലായിരുന്നു, വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് വന്നു. അതിനുശേഷം പുൾ ബാക്കിന് വേണ്ടി ഇത് കണ്ടോ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷനിലേക്ക് വന്നു, വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് പോയി, വീണ്ടും ഒരു സൈഡ് വേസിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു കാണുന്ന റീജിയൻസ് പുൾ ബാക്ക് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു റീജിയൻസ് പുൾ ബാക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ചാർട്ട് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ചാർട്ട്സിൽ എക്സാമ്പിൾ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മന്ത്ലി ഡിപ്പ് കാണാൻ പറ്റുമോ, ഇല്ല, ജസ്റ്റ് ഒരു ബീറിഷ് ക്യാൻഡിൽസ് ആണ് കാണുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു.
ഓക്കെ, അപ്പോൾ നമ്മൾ കിർലോസ്കർ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ എന്താണ്, ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡിലാണ്, റൈസിങ് മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് കണ്ടോ സ്ട്രെയിറ്റ് സ്റ്റഡി മൂവിന് ശേഷം ക്ലിയർ ആയിട്ടൊരു ഡൗൺ ട്രെൻഡ് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് അവിടെ പുൾ ബാക്ക് നടന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും സ്റ്റഡി മൂവ്മെൻറ്റ്, അതിനുശേഷം ഒരു ചെറിയൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ, അതിനുശേഷം വീണ്ടും സ്റ്റഡി മൂവ്മെൻറ്റ്. അപ്പം ഇതൊക്കെ നമുക്ക് പുൾ ബാക്കായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു സിനാരിയോയിൽ കണ്ടോ, ഇവിടെ വോളിയം കൂടുതലായിരുന്നു നമ്മുടെ ഈ ഒരു മൂവിൽ, ഈ ഒരു സ്വിങ്ങിൽ. അതിനുശേഷം ഈ ഒരു ഡൗൺ ട്രെൻഡിൽ എന്താണ്, വോളിയം കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അവിടെ പ്രൈസ് താഴോട്ടാണ് പോരേണ്ടതെങ്കിൽ, ആ ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവിടെ വോളിയം ഇൻക്രീസ് ആയതിനെ താഴോട്ട് പോകുന്നതിനെ, പ്രൈസ് താഴോട്ടും വന്നേനെ, ഒത്തിരി താഴോട്ടും വന്നേനെ, അതുപോലെ തന്നെ അവിടെ വോളിയം ഇൻക്രീസ് ആയതിനെ. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ അതിമനോഹരമായിട്ട് ഇത്രയും മുകളിലേക്ക് പോയി, അതിനുശേഷം വോളിയം ഡൗൺ ആയി. അതിനൊപ്പം തന്നെ ഇവിടെ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ കണ്ടോ, എക്സാക്റ്റ് ആയിട്ടൊരു ഡോജിയാണ് വന്നത്, ഡോജി ക്യാൻഡിലാണ് വന്നത്. അപ്പോൾ ഡോജി ക്യാൻഡിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ അവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ഏകദേശം ഒരുപോലെയായി, അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്, ഇവിടെ മുകളിലേക്ക് അപ് ട്രെൻഡ് ആയിരുന്നു, അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ്, ചെറിയൊരു ഡൗൺ ട്രെൻഡ്. ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പം ഇത് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോയി. ഓക്കെ, വീണ്ടും ഒരു പുൾ ബാക്ക്, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നു, വോളിയം മോശമില്ലാതെ കൂടുന്നു, ഒത്തിരി കൂടിയെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ മോശമില്ലാതെ കൂടി, ഇത് വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പുൾ ബാക്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പുൾ ബാക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു പ്രൈസ് ആക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക, ആ ഡൗൺ ട്രെൻഡിൽ. അപ്പം അവിടെ വോളിയം കുറവായിരിക്കണം, പ്രൈസ് ഈ ഒരു പുൾ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരി വലിയ പുൾ ബാക്ക് ആയിരുന്നു. ഇത്രയും വലിയ മൂവ്മെൻറ്റിന് ശേഷം ഒരു ചെറിയ രീതിയിലാണ് പ്രൈസ് കറക്ഷൻ ആയിട്ടുള്ളൂ. ഇവിടെ മുകളിൽ പോയിട്ട് പ്രൈസ് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തത്. ചില പുൾ ബാക്സ് എങ്ങനെയാണ്, ഇത്രയും മുകളിലേക്കിട്ട് പോയിട്ട് ഒരുപാട് താഴോട്ട് വരും, ഇത്രയൊക്കെ താഴോട്ട് വരും, അതിനുശേഷം വീണ്ടും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഡൗൺ ട്രെൻഡ് കുറച്ച് വലുതായിരിക്കും. ഓക്കെ, ഇങ്ങനെ പോകും, ഈ ഒരു മൂവ്മെൻറ്റുള്ള പുൾ ബാക്സ് കിട്ടും. ചില സ്റ്റോക്കിൽ എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയതിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് കിട്ടുള്ളൂ, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകും, അതിനുശേഷം ചിലപ്പോൾ ഇങ്ങനെ സൈഡ് വേസിലായിരിക്കും കിട്ടുന്നത്, അതിനുശേഷം മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് സ്ട്രോങ് ആണ്, ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് ആണ്, ഈ ഒരു സ്റ്റോക്ക് കുറച്ച് വീക്കാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം ഹൈ ആണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം എന്താണ്, ലോ ആണ്. അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വീക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഡെയിലിയിൽ മാത്രമല്ല നോക്കണ്ടേ, മന്ത്ലിയിൽ മാത്രമല്ല നോക്കണ്ടേ. മന്ത്ലിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും റീജിയണിൽ നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്ക് ഇവിടെ സപ്പോർട്ടിലേക്ക് അടുത്തോ ഇല്ല, ഈ ഒരു റീജിയനിൽ അടുത്തോ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനോട് സപ്പോർട്ടിനോട് അടുക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ആ ഒരു റീജിയൻ എന്താണ്, നമ്മൾ പറഞ്ഞു ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് വീക്കിലേക്ക് പോകാം. ഇവിടെ വീക്കിലേക്ക് പോയപ്പോൾ എന്താണ്, ഈ ഒരു റീജിയണിൽ നിന്ന് സ്റ്റോക്ക് മൂവ് ചെയ്തു, ഈ ഒരു റീജിയനിൽ പതുക്കെ കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ വരെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് തന്നത്. അതിനുശേഷം കണ്ടോ ഡൗൺ ട്രെൻഡ്, ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം കണ്ടോ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു വോളിയം, ഈ ഒരു റീജിയണ് ബ്രേക്കൗട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് പോകും, ആ ഒരു ഡയറക്ഷൻ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ ഒരു മൂവിങ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഈ ഒരു മൂവിങ് റീജിയനിൽ വന്ന് ആ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഇവിടെ വോളിയം നോക്കുക, ഇവിടെ ഇൻക്രീസിങ് ആയിരുന്നു ഇവിടം വരെ, അതിനുശേഷം ഇത് കണ്ടോ ഇവിടെ പ്രൈസ് താഴോട്ട് പോകുന്നു, അതിനനുസരിച്ച് വോളിയം താഴോട്ട് പോകുന്നു, അതിനുശേഷം ഇവിടെ വോളിയം ഇൻക്രീസ് ആയി മുകളിലേക്ക് പോയി, അതിനുശേഷം ഇവിടെ എന്താണ്, ഒരു കൺസോൾട്ടേഷൻ ആണ് നടന്നത്. ഓക്കെ, കൺസോൾട്ടേഷൻ ശേഷം വീണ്ടും അവിടെ നിന്ന് വീണ്ടും നെക്സ്റ്റ് മൂവ്, വോളിയം ഇതിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലുണ്ടോ, അധികം സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്റ്റോക്കിൽ നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, ബട്ട് വോളിയം അധികം കൂടുന്നില്ല. ഇത്രയൊക്കെ വോളിയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് നല്ല രീതിയിൽ ഇനിയും സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകുന്നത്. ഓരോ ചാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരും. ഇവിടെ കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു റീജിയൻ ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, വീണ്ടും ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ഈ ഒരു മൂവിങ് ആവറേജ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 20 EMA തന്നെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് വരുമ്പോൾ ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കണ്ടോ, ഡൈനാമിക് സപ്പോർട്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വന്ന് ഇതുണ്ടോ ഹയ്യർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്താണ്, ഇതൊരു ഹൈ ആയിരുന്നു, ആ ഒരു ഹൈക്ക് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഹയ്യർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തു സ്വിങ്ങിൻ്റെ, ഇവിടെ ലോ എന്താണ്, ഈ ഒരു ലോ ആയിരുന്നു, അപ്പം ഇവിടെ ലോവർ ലോയും ക്രിയേറ്റ് ചെയ്തു. ഇത്രയും പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇതിന് മുകളിലുമാണ്, ഇത് റൈസിംഗ് ആണെങ്കിൽ ഇതൊരു അപ് ട്രെൻഡിലേക്ക് മാറി. ഓക്കെ, വീണ്ടും ഹയ്യർ ഹൈ. ഓക്കെ, പിന്നെ ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ തന്നോ, ഇല്ല,
അവിടെ നിന്ന് തന്നെ വീണ്ടും മുകളിലേക്ക് പോവാണ്. ഇപ്പോഴത്തെ സിനാരിയോയിൽ എന്താണ്, ഈ ഒരു റീജിയണിൽ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷനാണ്. ഈ ഒരു റീജിയണിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആ ഒരു റീജിയണിൽ തന്നെ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്കാണ് പോയത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ചാർട്ടിൽ പോയി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാമെന്ന്. ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇങ്ങനെയായിരിക്കും ഡ്രോ ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ എന്താണ് എക്സാക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈമിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ട്രെയിറ്റ് ട്രെൻഡ് ലൈനെ പോലെ തന്നെയാണ് ഈ ഒരു EMA 20യും ആക്ട് ചെയ്യുന്നത്. EMA 20 കണ്ടോ, താഴെ സപ്പോർട്ട് എടുത്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഡൈനാമിക് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയി, ചെറിയ പുൾ ബാക്കിന് വന്നു, മുകളിലേക്ക് പോയി, ഇതുണ്ടോ പുൾ ബാക്കിന് വന്നു, മുകളിലേക്ക് പോയി, പുൾ ബാക്കിന് വന്നു, ഇവിടെ ഒരു സൈഡ് വേസിലേക്ക് മാറി, ഇത് വീണ്ടും ട്രെൻഡ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കണ്ടു, ഇതുണ്ടോ ഫാളിങ്ങിലേക്ക് പോയി. അപ്പം ഇവിടെ എന്താണ് പുൾ ബാക്ക്, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വലിയ മൂവ്മെൻറ്റ്സ് തന്നോ, ഇവിടെ ഇത് കണ്ടോ ഇത്രയും മൊമെൻറ്റ് തന്നിട്ട് ഒരു പുൾ ബാക്ക്, വീണ്ടും ഇത്രയും മൊമെൻറ്റ് തന്നിട്ട് ചെറിയൊരു പുൾ ബാക്ക്, സൈഡ് വേസ്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വലിയ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു സ്റ്റോക്കിൽ. കാരണം എന്താണ്, ഈ ഒരു സ്വിങ് അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ പുൾ ബാക്ക് വരുവാണ്, ഇത് കണ്ടോ. അപ്പം ഇവിടെ എന്താണ് സ്ട്രെങ്ത് അധികം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കറൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു റീജിയനിൽ കുറച്ചും കൂടെ വീക്കായി. ഇവിടെ കണ്ടോ ഇതിനോട് ചേർന്ന് ആണ് ട്രേഡ് ചെയ്യുന്നത്, ഇവിടെ വീക്കാണ് കുറച്ചും കൂടെ. ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആണ്, ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ് ഈ ഒരു റീജിയൻ. അപ്പോൾ ഇതിന് മുകളിൽ ഇനി പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് കണ്ടിന്യൂവേഷൻ തരാൻ തുടങ്ങുന്നുണ്ട് നല്ല വോളിയത്തോട് കൂടിയെങ്കിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കറൻറ്റ് സിനാരിയോയിൽ എന്താണ് പുൾ ബാക്കുകൾ അധികം കാണാൻ സാധിക്കുന്നുണ്ടോ, പുൾ ബാക്കുകൾ പതുക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ബട്ട് അത് അത്ര സ്ട്രോങ് അല്ല. നമുക്ക് വീക്കിലോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇത്രയും പോയതിനു ശേഷം ഇത് കണ്ടോ ഇതിൻ്റെ ലെങ്തും ഏകദേശം ഈക്വലായിട്ട് വരുന്നു. ഇവിടെ മുകളിലേക്ക് പോയി ഈക്വലായിട്ട് വന്നു, ഇവിടെ മുകളിലേക്ക് പോയി ഈക്വലായിട്ട് വന്നു. അപ്പം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത്രയും ഈ ഇങ്ങനെ സ്ലോപ്പിൽ പോകുന്ന സ്റ്റോക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് നമുക്ക് ഇങ്ങനെ പോകുന്ന സ്റ്റോക്കുകളാണ് വേണ്ടത്, ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, അല്ലാതെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അതേസമയത്ത് ഈ ഒരു സ്ലോപ്പ് നല്ല രീതിയിൽ ഇങ്ങനെ പോകണം, നമുക്ക് ഇങ്ങനെയുള്ള സ്വിങ്സ് കിട്ടണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നാഷണൽ അലുമിനിയം എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. മന്ത്ലി ചാർട്ടാണ്. ഈ ഒരു സൈഡിൽ എന്താണ് ഡൗൺ ട്രെൻഡ് ആണ്, ഇവിടെ എന്താണ് അപ് ട്രെൻഡിലേക്ക് പോയി, ഇതെന്താണ് ഡൗൺ ട്രെൻഡ് ആണ്, ഇതെന്താണ് അപ് ട്രെൻഡ് ആണ്, ഇവിടെ എന്താണ് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരുന്നു ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, ഈ ഒരു മൂവിങ് ആവറേജ് പതുക്കെ റൈസിങ്ങിലേക്കാണ്, പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ മന്ത്ലിയൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് പുൾ ബാക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വീക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പുൾ ബാക്ക്സ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൈസ് പോയി ഈ ഒരു റീജിയണിൽ ഒരു കറക്ഷൻ ഉണ്ടായി, ഒരു ഡൗൺ ട്രെൻഡ് പോലെ. ഇവിടെ വീണ്ടും ഒരു കറക്ഷൻ ഉണ്ടായി, ഇവിടെ വീണ്ടും ഉണ്ടായി. ഓക്കെ, ഇപ്പം ഇങ്ങനെ എക്സാക്റ്റായിട്ട് നമുക്ക് ഈക്വലായിട്ട് ഇങ്ങനെ കിട്ടത്തില്ല നമുക്ക് സ്റ്റോക്കിൽ പോയി കഴിയുമ്പോൾ, അത് മനസ്സിലാക്കുക. ഓക്കെ, എക്സാക്റ്റായിട്ട് അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ല എളുപ്പമല്ലേ, ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഒരു പാറ്റേണിൽ എൻട്രി എടുക്കുക, മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു റീജിയനിൽ എക്സിറ്റ് എടുക്കുക, ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കുക, ഈ ഒരു റീജിയനിൽ എക്സിറ്റ് എടുക്കുക. അപ്പം അങ്ങനെ എക്സാക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല ചാർട്ടിൽ. ഓക്കെ, ബട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ പോയി, ഇതൊരു ഡൈനാമിക് സപ്പോർട്ട് നമുക്ക് താഴെയുണ്ട്, EMA 20 ഉണ്ട്, ഈ ഒരു റീജിയനിൽ വോളിയം കൂടി, ഈ ഒരു റീജിയനിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അങ്ങനെയുള്ള റീജിയനിൽ കണ്ടോ പ്രൈസ് മുകളിലേക്ക് പോയി, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, അവിടെ ഒരു പുൾ ബാക്കിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ എന്താണ് പ്രൈസ് ഈ ഒരു റീജിയനിൽ ഇങ്ങനെ ഒന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ ആരാണ് സർവൈവ് ചെയ്തത്, ഇവിടെ വീണ്ടും ബയ്യേഴ്സാണ് സർവൈവ് ചെയ്തത്. ബയ്യേഴ്സ് സർവൈവ് ചെയ്തിട്ടാണ് പുറത്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആരാണ് അവിടെ സർവൈവ് ചെയ്ത് മുകളിലേക്ക് കയറുന്നത്, ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് പുൾ ബാക്ക് ഇവിടെ എത്ര സ്ട്രെങ്ത് ഉണ്ട്, ഇവിടെ വളരെ വലിയ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റം തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അപ് ട്രെൻഡിൽ നമുക്ക് ഇത്രയുള്ള ഒരു സ്വിങ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റമാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെയുള്ള മൊമെൻറ്റമാണ് തന്നെങ്കിൽ നമ്മൾ ഇനി ഈ ഒരു റീജിയനിൽ വന്ന് അവിടെ ഒന്ന് പ്രൈസ് സർവൈവ് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും മൊമെൻറ്റമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇത്രയും വലിയ ടാർഗറ്റിലേക്ക് പോകുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്.
കാരണം എന്താണ്, ഇതിൻ്റെ പഴയ പാറ്റേൺ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, ഈ ഒരു മൂവിങ് ആവറേജ് ഇതിൻ്റെ താഴോട്ട് വരാൻ തുടങ്ങി, ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഡൗൺ തന്നു. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ക്യാൻഡിലാണ്. അത് ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം എന്താണ്, ഇത് കണ്ടോ, പുൾ ബാക്ക്, വീണ്ടും പുൾ ബാക്ക് ഡൗൺ ട്രെൻഡിൽ. അപ്പോൾ ഇത്രയും സിനാരിയോയിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി എടുക്കാനേ പാടില്ല. ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കാണുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് എൻട്രി എടുക്കാമോ? ഇല്ല. ഈ ഒരു റീജിയൻ സൈഡ് വേസ് മാർക്കറ്റാണ്. മൂവിങ് ആവറേജ് എന്താണ്, ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അപ് ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പുൾ ബാക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്, ഈ ഒരു ലെവലിന് പതുക്കെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ സംഭവിക്കുന്നുണ്ട്, റീടെസ്റ്റിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ ഒരു റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പതുക്കെ എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയന് മുകളിൽ ക്ലോസിങ് വരുവാണെങ്കിൽ അവിടെ എൻട്രി കൺസിഡർ ചെയ്യാം. ഇനി ഇതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് അടുത്ത കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു റീജിയനിൽ എക്സിറ്റ് ആവാം, അതിനുശേഷം വീണ്ടും അടുത്ത ഒരു കറക്ഷന് വേണ്ടി, ഒരു ഡൗൺ ട്രെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിന് പുറത്തേട്ട് കിടക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു പുൾ ബാക്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, നമുക്ക് ഇവിടെ ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയൊക്കെ വരുമ്പം 2, 3, 4 പുൾ ബാക്ക് കഴിയുമ്പോഴത്തേനും അത് വീക്കായി തുടങ്ങും. ഓക്കെ, ഒരു സ്റ്റോക്ക് ഇങ്ങനെ 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 തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അവിടെ എപ്പോഴും ഡിമാൻഡ് കൂടി പോകും. ഒരു ട്രെൻഡ് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, ട്രെൻഡ് മാറും, പ്രൈമറി ട്രെൻഡ് മാറും. ആ ഒരു സിനാരിയോയിൽ ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല പുൾ ബാക്ക് ഏതാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പുൾ ബാക്കൊക്കെയാണ് ഏറ്റവും നല്ലത് എൻട്രി എടുക്കാൻ വേണ്ടി. ഓക്കെ, നമുക്കിനി വേറെ സ്റ്റോക്കും കൂടെ എടുത്ത് നോക്കാം. ചാർട്ടിൽ പോയി അപ്പോൾ നമ്മൾ കല്യാൺ ജുവലേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓക്കെ, വീക്കിലിയിൽ നമ്മൾ എന്താണ് കാണുന്നത്, വീക്കിലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയണിൽ നിന്ന് ഈ ഒരു റീജിയൻ ഇത് ഡൈനാമിക് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം മൂവിങ് ആവറേജ് റൈസിംഗ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു റീജിയൻ ഒരു നല്ല ഒരു പുൾ ബാക്ക് റീജിയൻ ആണ്. ഇതുണ്ടോ, ക്ലിയർ ആയിട്ടൊരു പുൾ ബാക്ക് റീജിയൻ ആണ്. ഇവിടെ പ്രൈസ് ഒത്തിരി താഴോട്ട് വന്നിട്ടുണ്ടോ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു സ്വിങ് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി താഴോട്ട് വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, അവിടെ സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നല്ല സ്ട്രെങ്തോട് കൂടി അവിടെ പുൾ ബാക്ക് എന്ന ആ ഒരു കൺസോൾട്ടേഷന് മുകളിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നെക്സ്റ്റ് പുൾ ബാക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്വിങ്ങിനുള്ള ഒരു ഒരുക്കമാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയനിലൊക്കെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടം വരെ ഇവിടെ എത്ര വലിയ സ്വിങ് ആണോ ക്രിയേറ്റ് ചെയ്തത്, അത്രയും വലിയൊരു സ്വിങ് ഇനിയും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇവിടം വരെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് വോളിയം കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചാർട്ട് എടുത്ത് അതിന് മുകളിൽ ഡ്രോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പുൾ ബാക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമുക്ക് ഡെയിലിയിലോട്ട് പോകാം. ഡെയിലിയിലോട്ട് വന്നപ്പോൾ എന്താണ്, ഈ ഒരു റീജിയൺ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്വിങ് കിട്ടി. അതിനുശേഷം ഇത് കണ്ടോ, ചെറിയൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം എന്താണ്, ഇവിടെ പ്രൈസ് താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഡൈനാമിക് സപ്പോർട്ടിൽ വന്ന് അവിടെ സപ്പോർട്ട് അതിനെ താങ്ങി നിർത്തി, പ്രൈസിനെ താങ്ങി നിർത്തിയിട്ട് ഈ ഒരു ലെവലിൽ പ്രൈസ് ഇങ്ങനെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ പതുക്കെ ഈ ഒരു റീജിയനിൽ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് മുകളിൽ ഇതിന് മുമ്പത്തെ ദിവസത്തെ ക്യാൻഡിൽ നല്ല സ്ട്രെങ്തോട് കൂടി നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ അതിന് ബ്രേക്കൗട്ടാണ് തരുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇതിന്, അതായത് 2 ദിവസം മുമ്പുള്ള ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു സ്വിങ്ങിന് ശേഷം, ഈ ഒരു പുൾ ബാക്കിന് ശേഷം നമുക്ക് ഈ ഒരു പ്രൈസ് ഈ ഒരു റീജിയനെ സർവൈവ് ചെയ്തു. അവിടെ ബയ്യേഴ്സാണ് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ നമുക്ക് ഡൈനാമിക് സപ്പോർട്ട് താഴെ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കമ്പൈൻ ചെയ്തു. അപ്പം ഇവിടെ എന്താണ്, ഇത് നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിങ്ങാണ് സ്വിങ് ട്രേഡർ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു സ്വിങ് ആണ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ഇങ്ങനെയുള്ള സ്വിങ് ആണ് നമ്മൾ സ്വിങ് ട്രേഡർ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എക്സാക്റ്റായിട്ട് ഇപ്പം ഈ ഒരു റീജിയണിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്തത്. ചിലയിടത്താണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റീജിയണിൽ തന്നെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതും ഒരു ഡൗൺ ട്രെൻഡിന് പകരം ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ എല്ലാ തവണയും ഒരു ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡിലേക്ക് പോകണമെന്നുണ്ടോ, ഇല്ല.
ഒരുപക്ഷെ അവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്കായിരിക്കും വരുന്നത്. ഒരു സ്ട്രെങ്ത് ഉള്ള അപ് ട്രെൻഡ്, അതിനുശേഷം ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ്, അതിനുശേഷം വീണ്ടും സ്ട്രെങ്ത് ഉള്ള അപ് ട്രെൻഡ്. നമുക്ക് ആ സ്ട്രെങ്ത് ഉള്ള അപ് ട്രെൻഡുകളാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ക്യാപ്ചർ ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പുൾ ബാക്ക് എന്ന കോൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നോർമലായിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പം നമ്മളൊരു സൈഡ് വൈസ് മാർക്കറ്റിൽ നിന്ന് പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് പുൾ ബാക്ക് ഏറ്റവും നല്ല പുൾ ബാക്കാണ്. അവിടെ എന്താണ്, എല്ലാ ട്രേഡേഴ്സും എൻട്രി എടുക്കുന്ന സിനാരിയോ ആണ്. അപ്പം അത് നല്ല സ്ട്രെങ്ത് കിട്ടും, നല്ലൊരു സ്വിങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിനുശേഷം സെക്കൻഡ് പുൾ ബാക്കും ഓക്കെയാണ്. സെക്കൻഡ് പുൾ ബാക്കും നമുക്ക് ഓക്കെയാണ്. സെക്കൻഡ് പുൾ ബാക്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഈ ഒരു സ്വിങ് കിട്ടും. അപ്പം ഈ ഒരു സ്വിങ് കുറച്ച് ചെറുതായിരിക്കും. തേർഡ് പുൾ ബാക്കിലേക്ക് വരുമ്പം അതിൻ്റെ വീണ്ടും ആ ഒരു സ്ട്രോക്ക് ഒരുപാട് മുകളിലേക്ക് പോയി, ഒരുപാട് അപ് ട്രെൻഡിലേക്ക് പോയി. അപ്പം ഈ ഒരു സിനാരിയോയിൽ വീണ്ടും നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഫോർത്ത് പുൾ ബാക്കൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഇങ്ങനെ പോരാൻ ചാൻസ് ഉണ്ട്. വീണ്ടും അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്കും അതിനുശേഷം അത് ബീറിഷ് മൂഡിലേക്കും പോരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ ഒരു മൂവ് ആയിരിക്കും നമ്മൾ മാർക്കറ്റിൽ ഒരു കോമൺലി ഇങ്ങനൊരു മൂവ് ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഓക്കെ, വീണ്ടും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനെയുള്ള പുൾ ബാക്സ് ആണ് കണ്ടെത്തേണ്ടത്. പുൾ ബാക്സിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ നടന്നതിന് ശേഷം ആ സ്റ്റോക്ക് അപ് ട്രെൻഡിലായിരിക്കും. അതിനുശേഷം ഇത് ബ്രേക്കൗട്ട് തന്ന മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എൻട്രി മെത്തേഡ് പഠിക്കുമ്പോഴത്തേനും ക്ലിയർ ആയിട്ട് കുറേ എക്സാമ്പിൾസ് എടുത്ത് നോക്കും. അവിടെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.